ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് കൂടുതലായിട്ടും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്നൊരു പ്രത്യേക കാര്യമുണ്ടായി, അത് നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയൊരു ഷോർട്ട് വീഡിയോ കൂടി ഇടുന്നത്. നമ്മുടെ കടയിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി. ഇവിടുത്തെ വീഡിയോസും ഫോട്ടോസും നമുക്ക് അങ്ങനെ പുറത്തേക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ വഴി സെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം ഉള്ളതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുത്ത് ഇടാത്തത്. വീഡിയോ എല്ലാം നമ്മുടെ ഫോണിലുണ്ട്. വലിയൊരു ആക്സിഡൻ്റ് അല്ല, ചെറിയ രീതിയിലാണ്. പക്ഷേ എന്നിരുന്നാലും അത് വലിയൊരു ആക്സിഡൻ്റ് ആയി മാറുന്നതിന് മുന്നേ നമ്മളത് ഡീൽ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. തൊട്ടടുത്ത് നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ ഷോപ്പിന് തൊട്ടടുത്ത് കാണുന്നത് പെട്രോൾ പമ്പാണ്. അപ്പോൾ അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ പമ്പിൽ യാതൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തത്, ഫയർഫോഴ്സിനെ വിളിച്ചു. ഭയങ്കര പുകയായിരുന്നു. പുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അന്യായ പുക എന്നൊക്കെ വേണം നമുക്ക് പറയാൻ. അതായത് നമ്മളൊരു ഗ്രാമം തന്നെ മൂടാവുന്ന രീതിയിലുള്ള പുകയായിരുന്നു. കാരണം നമ്മുടെ എക്സോസ്റ്റ് ഫാൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഓയിലൊക്കെ ഉള്ള പൈപ്പായിരിക്കും. കാരണം റെസ്റ്റോറൻ്റ് ആണല്ലോ, ഭയങ്കരമായിട്ട് ഓയിലൊക്കെ പോകുന്നതായതുകൊണ്ട് നമ്മൾ ക്ലീൻ ആക്കുന്നതാണ്, മന്ത്ലി നമ്മൾ ക്ലീൻ ആക്കുന്നതാണ്. പക്ഷേ എന്തോ ബൈ ചാൻസ് നമ്മൾ കഴിഞ്ഞ മാസം ക്ലീൻ ആക്കിയിട്ട് ഏകദേശം 20 ദിവസം പോലും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതിൽ നല്ല രീതിയിലൊരു പുകയാണ് ഉണ്ടായത്. തീനേക്കാൾ കൂടുതൽ പുകയായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് കച്ചവടം എല്ലാം മുടങ്ങി. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കുറച്ചുകൂടി ക്ലീനിങ്ങുകളൊക്കെ ഇന്ന് നമ്മൾ കുറേയൊക്കെ നമ്മൾ ചെയ്തു. ഇനി ബാക്കി കുറച്ച് ഇലക്ട്രിക്കൽ സംഭവം കൂടി ഉണ്ട്. വയറിങ്ങിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നാളെ ഇതെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നാളെ വീണ്ടും നമ്മൾ ഓപ്പൺ ആക്കും. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണത്. അത് മാത്രമല്ല, എനിക്ക് ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമാണ്. കാരണം നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെയൊക്കെ ജോലി അത് ബാധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഷോർട്സ് വീഡിയോ നമ്മൾ ഇട്ടത്. അത്രയേറെ വിഷമമുണ്ട്. കാരണം ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഒത്തിരി ആളുകളുടെ ജീവിതമാണ്. അപ്പോൾ അത് 1-2 ദിവസത്തേക്കാണെങ്കിൽ പോലും അത് നമ്മൾ നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോപ്പ് ആയി പോകുമ്പോൾ ഒത്തിരി ആളുകൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. നമുക്കൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്കൊക്കെ ഇവിടെ 1000 കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറയാം. ആഴ്ചയിൽ വീക്കിലൊക്കെ ആയിട്ട് അവർ ഓരോരുത്തരെങ്കിലും ഓരോ ദിവസങ്ങളായിട്ട് വരും. ഒരു വലിയ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അത്രയും ആളുകളൊക്കെ വരുന്നവർക്കൊക്കെ നമുക്ക് 2-3 ദിവസത്തേക്ക് നമുക്ക് അവർക്ക് നമ്മളെയൊക്കെ മിസ്സാവും. അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷമം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.